പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഞാൻ ടി കെ രജിത്ത്. പുതിയ പോർമുഖം തുറന്ന് അരവിന്ദ് കെജ്രിവാൾ. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ ബി.ജെ.പിയുടെ ആഭ്യന്തര രാഷ്ട്രീയം പരാമർശിച്ച അരവിന്ദ് കെജ്രിവാൾ യോഗി ആദിത്യനാഥിനെ അവഗണിച്ച് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് കെജ്രിവാൾ പറഞ്ഞു. നരേന്ദ്രമോദിക്ക് വിരമിക്കൽ പ്രായം ഇല്ലെന്ന് അമിത്ഷാ മറുപടി നൽകി. ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ. പ്രായപരിധി പറഞ്ഞ് എൽ.കെ. അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിക്ക് 2 വർഷം കഴിഞ്ഞാൽ 75 വയസ്സാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തഴഞ്ഞ് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाए वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे. നരേന്ദ്രമോദിക്ക് പ്രായപരിധി ബാധകമല്ലെന്ന് അമിത്ഷായുടെ മറുപടി. 2029 നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നും അമിത്ഷാ. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है. ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है. मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे. इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है. ये कंफ्यूजन खड़ा करना चाहिए. കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി ആദ്യ ദിവസം തന്നെ ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ചയാക്കാൻ കഴിഞ്ഞത് നേട്ടമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി പ്രചരണം ശക്തമാക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളുടെ എണ്ണം ബി.ജെ.പിയും വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്തു പകർന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുത്തു. നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടിയെ തകർക്കാനാവില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഹനുമാൻ ഭക്തനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വരവിന് തുടക്കം കുറിച്ചത് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന്. ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക്. കാത്തുനിന്ന പ്രവർത്തകർ ആവേശത്തോടെ നേതാവിനെ സ്വീകരിച്ചു. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദി ജയിലിലടയ്ക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. കേരള के सीएम के पीछे पड़े हैं, अगर ये चुनाव जीत गए मेरे से लिखवा लो एफिडेविट के ऊपर. थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनराई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. സൗത്ത് ഡൽഹിയിലെ മെഹ്റോളിയിൽ റോഡ് ഷോയിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കെജ്രിവാൾ കൂടുതൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. 24 ഡൽഹി. തൃപ്പൂണിത്തുറ എരൂർ വൈമേദിയിൽ കിടപ്പ് രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ സ്ഥലം വിട്ടു. 24 വാർത്തയ്ക്ക് പിന്നാലെ 75 വയസ്സുള്ള ഷൺമുഖനെ നഗരസഭാ അധികൃതർ ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. 24 ഇംപാക്ട്. വീട്ടുസാധനങ്ങൾ എടുക്കാൻ മറക്കാതിരുന്ന മകൻ ചലനശേഷി പോലുമില്ലാത്ത തന്നെ മറന്നെന്ന് ഒരു പിതാവ് വേദനയോടെ പറയുന്നു. 24 മണിക്കൂറാണ് ഷൺമുഖൻ ഭക്ഷണമോ തുള്ളി വെള്ളമോ കിട്ടാതെ വാടക വീട്ടിൽ ഒറ്റപ്പെട്ടത്. വീട്ടുടമ സുനിലിന്റെ തുണ കൊണ്ട് ജീവൻ ബാക്കിയായി. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു പോയി, പക്ഷെ അച്ഛനെ മാത്രം ഉപേക്ഷിച്ചിട്ട് പോയേക്കാണ്. മിനിഞ്ഞാന്ന് രാത്രി പോയതാ. 3 മക്കളെ വളർത്തി വലുതാക്കിയ പിതാവിനാണ് ഈ ദുരവസ്ഥ. 24 വാർത്തയ്ക്ക് പിന്നാലെ തൃപ്പൂണിത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ കെ പ്രദീപ് കുമാറിന്റെ ഇടപെടൽ. താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് അവർ അടിയന്തരമായിട്ട് ടീം എത്തും. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പരിചരണം കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം. പിന്നെ
ഉപേക്ഷിച്ച് പോയത് സംബന്ധിച്ചുള്ള പരാതിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തി ദിവസങ്ങളായി മാറ്റാതിരുന്ന ഡയപ്പറും മൂത്രസഞ്ചിയും മാറ്റി. മറ്റു മക്കളും ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ ഷൺമുഖനെ തൃപ്പുണ്ണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട്ടു സാധനങ്ങളുടെ വില പോലും സ്വന്തം അച്ഛന് നൽകാത്ത മകൻ ഉപേക്ഷിച്ച അച്ഛൻ പുതുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി മകനെതിരായിട്ട് നിയമപരമായ നടപടികളാണ് പൂർത്തിയാകാനുള്ളത്. ക്യാമറാമാൻ അരുണിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 5 ദിവസം മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചൂടിന് നേരിയ കുറവുണ്ടായെങ്കിലും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. നിലമ്പൂരിൽ മധ്യവയസ്കന് സൂര്യാഘാതമേറ്റു. വേനൽ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയം നഗരത്തിലും ജില്ലയുടെ മലയോര മേഖലകളിലും ശക്തമായ മഴ ലഭിച്ചു. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. വേനൽ മഴ ലഭിച്ചതോടെ മധ്യകേരളത്തിൽ പകൽ താപനില കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മലപ്പുറം, നിലമ്പൂരിൽ സൂര്യാഘാതമേറ്റ മധ്യവയസ്കനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മയ്യന്താനി സ്വദേശി സുരേഷിന്റെ കൈകൾക്കും വയറിനുമാണ് പൊള്ളലേറ്റത്. 24 തിരുവനന്തപുരം. 4ാം ഘട്ടം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 96 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെയും അഴിമതിക്കാരുടെയും കൂട്ടമായി ഇന്ത്യാ സഖ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന ചട്ടലംഘനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. നാലാം ഘട്ടത്തിലെ കുട്ടിക്കലാശവും അത്യന്തം ആവേശം നിറഞ്ഞതായിരുന്നു. ഒഡീഷയിലെ വിവിധ റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണങ്ങൾക്ക് മറുപടി പറഞ്ഞ കോൺഗ്രസ് പക്ഷപാത സമീപനം കമ്മീഷൻ തുടരുന്നു എന്ന് ആവർത്തിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ കനൌജിലും TMC നേതാവ് മഹുവ മൊയ്ത്ര സ്ഥാനാർത്ഥിയായ ബംഗാളിലെ കൃഷ്ണനഗറിലും പ്രവചനം അപ്രസക്തമാക്കി ഇരുവിഭാഗങ്ങളും ശക്തമായ പ്രചരണമാണ് അവസാന ദിവസം നടത്തിയത്. യൂസഫ് പത്താൻ, അധിർ രഞ്ജൻ ചൗധരി പോരാട്ടം നടക്കുന്ന ബഹ്റാംപൂരിൽ വൈകിട്ടോടുകൂടി പ്രചരണത്തിന് തിരശ്ശീല വീണു. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും ഇന്നായിരുന്നു അവസാന പ്രചരണ ദിവസം. 24 ഡൽഹി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്ത സംഭവത്തിൽ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി തുടരുകയാണ്. 13ാം പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്ക് മാപ്പ് നൽകാൻ കഴിയില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രക്തസാക്ഷികളുടെ ആത്മാക്കളെ നേതാക്കൾ വേദനിപ്പിച്ചു. രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടോ അവർ എത്ര ഉന്നതന്മാരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നെങ്ങനെ വിശ്വസിക്കാനാകുമെന്നും അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു.
KPCC അംഗം KV സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന പരാതിയിലാണ് നടപടി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയെന്ന് KV സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന നേതൃയോഗത്തിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ KV സുബ്രഹ്മണ്യനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരായി പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം. DCCയും സുബ്രഹ്മണ്യനെതിരെ നിലപാടെടുത്തു. ഇതോടെയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം. പാർട്ടി നടപടിക്ക് വിധേയനായ ചേവായൂർ ബാങ്ക് ഭരണസമിതി അധ്യക്ഷൻ പ്രശാന്തിനൊപ്പം വാർത്താ സമ്മേളനം നടത്തിയതും ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച സുബ്രഹ്മണ്യന്റെ തീരുമാനവും KPCC അംഗീകരിച്ചു. അതേസമയം തനിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മൂവർ സംഘമാണ് പിന്നിലെന്നും KV സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ഇത് കുറേ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് 5 ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രേ ചെയ്ത് കൊണ്ടുവന്ന് ഡിസംബർ 31 വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺ കുമാറാണ്, DCC പ്രസിഡന്റാണ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചേവായൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. പാർട്ടി നടപടി നേരിട്ട ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാറിനെ തിരിച്ചെടുക്കണമെന്നായിരുന്നു ബാങ്ക് മുൻ ഡയറക്ടറായ KV സുബ്രഹ്മണ്യന്റെ ആവശ്യം. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് KV സുബ്രഹ്മണ്യൻ രാജിവെച്ചത്. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കൊല്ലത്ത് 24 പ്രതിനിധി അരുൺരാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് FIR. അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിംഗിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺരാജിനെ ആക്രമിച്ചത്. കത്തിയും വിയർകുപ്പിയും വീശി. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പുച്ഛോ ഇല്ല. ഇവിടുത്തെ 24 പുച്ഛോ കാണിച്ചാലേ അവരുടെ മീശയം മൊത്തം ഓരോന്ന് പിടിയെടുക്കും. അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു. കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അരുൺരാജിന് സംഭവിച്ച ഈ അപമാനത്തിന്, ശാരീരിക പീഡനത്തിന്, ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അരുൺരാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി FIR-ൽ പറയുന്നു. 24 തിരുവനന്തപുരം. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ 2 സർവീസുകളും കരിപ്പൂരിൽ 1 സർവീസും ഇന്ന് മുടങ്ങി. കരിപ്പൂരിൽ വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 2 ദിവസത്തിനകം പൂർണ്ണ പരിഹാരമെന്ന് വിമാന കമ്പനി വ്യക്തമാക്കി. സമരം ഒത്തുതീർന്നിട്ടും പൂർണ്ണ പരിഹാരമില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 സർവീസുകൾ ഇന്ന് റദ്ദാക്കി. രാവിലെ 5:15-നും 9:30-ക്കും പുറപ്പെടേണ്ടിയിരുന്ന ദമാം, അബുദാബി സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്നുള്ള റാസൽ ഗൈമ സർവീസും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ ഇന്ന് 2 സർവീസുകളാണ് റദ്ദാക്കിയത്. പുലർച്ചെ 2:05-ന് ഷാർജയിലേക്കും രാവിലെ 8-ന് ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മെഡിക്കൽ അവധിയെടുത്ത ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതാണ് സർവീസുകളെ ബാധിച്ചത്. ജീവനക്കാർ തിരികെ എത്തുന്നതോടെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലാകുമെന്നാണ് അറിയിപ്പ്. 24 കണ്ണൂർ. കണ്ണൂർ ആറളം ഫാമിൽ വനംവകുപ്പ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്കാണ് വനംവകുപ്പ് സംഘം രക്ഷപ്പെട്ടത്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ആറളം ഫാമിലെ 6-ാം ബ്ലോക്കിൽ കാട്ടാനയെ തുരത്താനെത്തിയ വനംവകുപ്പ് സംഘത്തെയാണ് കാട്ടാനയും കുട്ടിയാനയും ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരും സഞ്ചരിച്ച ജീപ്പിന് നേരെ ആനകൾ പാഞ്ഞെടുക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. ശബ്ദമുണ്ടാക്കിയതോടെ കാട്ടാന പിന്തിരിയുകയായിരുന്നു. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് കിഴക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു.
ചുമലിനും വാരിയലിനും ഗുരുതര പരിക്കേറ്റ ബിനേഷ് ചികിത്സയിലാണ്. 24 കണ്ണൂർ. തിരുവനന്തപുരം കിളിമാനൂരിൽ വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഭൂവുടമ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 24 ഇംപാക്ട്. പഴയകുന്നുമേൽ വില്ലേജിൽ ഉൾപ്പെട്ട 52 സെന്റ് കുന്നിടിച്ചാണ് ഭൂവുടമ അറിയാതെ മണ്ണ് കടത്തിയത്. ഭൂവുടമയുടെ സമ്മതപത്രം വ്യാജമായി നിർമ്മിച്ചായിരുന്നു കടത്തൽ. 24 വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ കിളിമാനൂർ പോലീസ് കേസെടുത്തു. പഴയകുന്നുമേൽ പഞ്ചായത്ത് നൽകിയ പരാതിയിൽ അടിയന്തര നടപടിക്ക് മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി അന്വേഷിക്കാൻ ജില്ലാ റൂറൽ പോലീസിനും കൈമാറി. 24 തിരുവനന്തപുരം. ഹരിയാനയിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട് ഒരു സ്വതന്ത്ര MLA കൂടി രംഗത്ത്. മേഘം MLA ബൽരാജ് കുണ്ടുവാണ് ഗവർണർക്ക് കത്തയച്ചത്. 3 സ്വതന്ത്ര MLAമാർ പിന്തുണ പിൻവലിച്ചതോടെ BJP സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികളും ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ആരോപിച്ചു. നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വതന്ത്ര MLA ബൽരാജ് കുണ്ടു ഗവർണർക്ക് കത്തയച്ചത്. 3 സ്വതന്ത്ര MLAമാർ പിന്തുണ പിൻവലിച്ചതോടെയാണ് നയാബ് സിംഗ് സൈനി സർക്കാർ പ്രതിരോധത്തിലായത്. പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര MLAമാർ കോൺഗ്രസിനെ അനുകൂലിച്ചു. കർഷക സമരത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച സമീപനം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വതന്ത്ര MLAമാരുടെ പിന്മാറ്റം. 1 മാസം മുൻപ് വിശ്വാസം തെളിയിച്ചതാണെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അവകാശപ്പെട്ടു. लिखित रूप में उनके साइन करा के दीजिए, क्योंकि अभी 1 महीना पहले हमने विश्वास मत हासिल किया. ये हर बार इस प्रकार का सगुफा छोड़ करके लोगों को गुमराह करने का काम करते हैं कि सरकार अल्पमत में है, क्योंकि कांग्रेस अब खत्म हो चुकी है. JJPയുടെ 3 വിമത MLAമാർ തങ്ങളോടൊപ്പം ഉണ്ടെന്നും BJP അവകാശപ്പെടുന്നു. മാർച്ച് 13 സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടിയ സാഹചര്യത്തിൽ സാങ്കേതികമായി 6 മാസത്തിന് ശേഷമേ ഇനി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയൂ. 24 ഡൽഹി. കരമന അഖിൽ കൊലപാതകത്തിൽ പ്രതി അനീഷ് പിടിയിൽ. ബാലരാമപുരത്ത് നിന്നാണ് അറസ്റ്റ്. മുൻവൈരാഗ്യത്തെ തുടർന്നാണ് കരമന സ്വദേശി അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. മറ്റ് 3 പേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ ഒരാൾ പിടിയിലാവുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെ ഷഫീദ്? റിജിത്ത, ഈ കരമന അഖിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള 4 പ്രതികളിൽ ഒരാളായിട്ടുള്ള അനീഷിനെയാണ് കരമന പോലീസ് പിടികൂടിയിട്ടുള്ളത്. ബാലരാമപുരത്തെ ഒരു വീട്ടിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ രഹസ്യ വിവരം അറിഞ്ഞ പോലീസ് ഇന്ന് അല്പസമയം മുൻപാണ് ബാലരാമപുരത്തെ ആ വീട്ടിലേക്ക് എത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇയാൾ മറ്റൊരിടത്തേക്ക് ഒളിവിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ നിർണായക നീക്കം എന്നുള്ളതാണ്. യുവാവിനെ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കരമനയിൽ പട്ടാപ്പകൽ നടു റോഡിൽ യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലെ ആദ്യ അറസ്റ്റായി ഇതിനെ കണക്കാക്കാൻ കഴിയും. കേസിൽ 4 പ്രതികളാണുള്ളതെന്ന് നേരത്തെ തന്നെ തിരുവനന്തപുരം DCP വ്യക്തമാക്കിയിരുന്നു. മറ്റു 3 പ്രതികൾ, അഖിലിനെ ആക്രമിച്ച കമ്പിവടി കൊണ്ട് തലക്കടിക്കുകയും അതേപോലെ തന്നെ ഈ കല്ലുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചെറിയുകയും ചെയ്ത മറ്റു 3 പേരും ഒളിവിൽ തുടരുകയാണ്. റീജിത്ത. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നോക്കാം ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. മുറ്റിച്ചൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടയിലാണ് ആനയിടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. വരാപ്പുഴ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ഡോക്ടർ ആന്റണി വാലുങ്കലിനെ നിയമിച്ചു. അതിരൂപത ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രഖ്യാപനം നടത്തി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്. 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായി പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിൽ താഴെയെത്തി. പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. പെരിന്തൽമണ്ണയിൽ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് പേസർ ജെയിംസ് ആൻഡേഴ്സൺ ജൂലൈയിലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റോടെ കളമൊഴിയും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഫാസ്റ്റ് ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
കാലാവസ്ഥാ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.